ഹായ്, ഇന്നത്തെ ഈ ഒരു ദിവസം വളരെ സ്പെഷ്യലാണ് കേട്ടോ. കാര്യം ഇന്ന് അമ്മയുടെ ബർത്ത്ഡേ ആണ്. അപ്പം അമ്മയുടെ അടുത്ത് ഞങ്ങൾ പറഞ്ഞിട്ടില്ല ഇതെല്ലാം ഞങ്ങൾ ഇന്ന് ബർത്ത്ഡേ ആണെന്ന് അറിയാമെന്ന്. ഇപ്പം നാട്ടിൽ നിന്ന് എൻ്റെ സിസ്റ്ററൊക്കെ വന്നിട്ടുണ്ട്. ഞങ്ങളെല്ലാവരും കൂടി കരുതി കൂട്ടി തന്നെയാണ് ഈ ഒരു ബർത്ത്ഡേ ഇങ്ങനെ തന്നെ വിഷ് ചെയ്യുന്നത്. അപ്പം അമ്മയുടെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇന്ന് പോട്ടെ. ഞങ്ങൾ അമ്മയ്ക്ക് സർപ്രൈസ് കൊടുക്കുക. അപ്പോൾ ഇന്ന് ഞാൻ ജോലിക്കെല്ലാം പോയി അമ്മയ്ക്ക് സർപ്രൈസ് ആയിട്ട് സാരിയും കേക്കും എല്ലാം വാങ്ങിച്ച് ഞാനിവിടെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇന്ന് ഞങ്ങളുടെ കസിനെ കാണാനായിട്ട് അമ്മയും സിസ്റ്ററും മക്കളുമായിട്ട് പോവുക. ഞാൻ വയ്യ എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഞങ്ങൾ ഇനിയാണ് അമ്മയ്ക്കുള്ള ഒരുക്കങ്ങൾ ഒരുക്കാൻ പോകുന്നത്. അപ്പൊ ഞങ്ങള് അമ്മയ്ക്കായിട്ട് ബിരിയാണിയാണ് ബിരിയാണി എല്ലാം വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. അമ്മ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഇതൊന്നും പറ്റാത്തത് കൊണ്ട് എല്ലാം വെൽ പ്രിപ്പയർഡ് ആയിരുന്നു. കോമഡി, അമ്മ എല്ലാവരുടെയും പറഞ്ഞിരിക്കുന്നത് നമ്മൾ രണ്ടുപേരും വിഷ് ചെയ്തിട്ടില്ല, നമ്മൾ അറിഞ്ഞിട്ടില്ല എന്നൊക്കെയാണ് അല്ലേ. അമ്മയൊക്കെ സോജ എൻ്റെ കസിൻ്റെ വീട്ടിൽ നിന്ന് കണ്ടിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അവരിപ്പം 7:15 എത്തി. ഇപ്പം നമ്മൾ ഓൾമോസ്റ്റ് എല്ലാം ഡണ്ണാണ് അല്ലേ. പായസം കൂടെ റെഡിയാണ്. അപ്പം ഇനി നമുക്ക് എല്ലാ ലൈറ്റും ഓഫ് ആക്കിയിട്ട് അമ്മയ്ക്ക് സർപ്രൈസ് കൊടുക്കണം. അമ്മ ഇപ്പോഴും അനിയൻ്റെ അടുത്തൊക്കെ പറഞ്ഞിരിക്കുന്നത് എല്ലാവരും സ്റ്റാറ്റസ് ഇട്ട്, ഞാൻ മാത്രമേ ഉള്ള ഒരു സ്റ്റാറ്റസ് ഒന്നും ഇടാത്തത്. അപ്പം അനിയൻ്റെ അടുത്തൊക്കെ പറഞ്ഞ് ശരിയല്ലോ അവന് എന്നാലും പറഞ്ഞില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിരിക്കട്ടെ. വരുമ്പോൾ നോക്കാം എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നതെന്ന്. ഒന്നി ചിലപ്പോ എനിക്കൊരു ഇടി കിട്ടും, അതല്ലെങ്കിൽ എനിക്കൊരു ഉമ്മ കിട്ടും. ഇതിൽ ഏതാ കിട്ടുന്നതെന്ന് നോക്കാം. നമ്മൾ പുതിയ ഉടുപ്പൊക്കെ ഇട്ട് അമ്മ ചിക്കൻ ഫ്രൈയും ബിരിയാണിയും എല്ലാം നമ്മൾ ഹോം മെയ്ഡ് തന്നെയാണ് ഇന്ന് അമ്മയുടെ സ്പെഷ്യൽ ഡേ ആയതുകൊണ്ട് വെച്ചിരിക്കുന്നത്. നിങ്ങൾ വന്നോ. അപ്പൊ അമ്മയൊക്കെ ഇപ്പൊ എത്തി. നമുക്കപ്പം സർപ്രൈസ് റെഡിയാക്കാം. എല്ലാ ലൈറ്റും ഓഫ് ആക്കിക്കോ. നീ മറ്റേ കത്തി എടുത്ത് വെച്ചാ എന്താ അവര് വരുന്നുണ്ട്. അമ്മ ഇപ്പൊ പറയുന്നുണ്ടാവും ഇതെന്താ ലൈറ്റൊക്കെ ഇടാത്തതന്നെ. ആ ഗോവിന്ദനൊക്കെ താണ്ട പാമ, ഗോവിന്ദനൊക്കെ ഇരുട്ടത്തിരിക്കുക. ഇവിടെ കുഴിയിൽ വരാതെ ഇങ്ങോട്ട് വാ. ഗോവിന്ദനെ എടുത്തോട്ട്. നിഖിലേ, ശരലേ, റെഡി 1 2 3 സ്റ്റാർട്ട്. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ. ഇതുവരെ ഞങ്ങള് ബർത്ത്ഡേ പറയാത്തത് അമ്മയ്ക്ക് സർപ്രൈസ് തരാൻ വേണ്ടിട്ടാണ്. നിങ്ങൾ എന്നാലും ലൈറ്റൊക്കെ ഇവക്ക് മനസ്സിലായ എല്ലാത്തിനും ഉണ്ട്. രാവിലെ ഞാൻ ഗോവിന്ദൻ വന്നില്ല, ഇവനുണ്ടല്ലോ വിളിക്കാനെന്നൊക്കെ ഞാൻ പറയുന്നത്. ഈ പിള്ളേരെന്തൊക്കെ പറ്റിച്ചു വെച്ച് അയ്യോ എടുക്കാനാ. അച്ചാമ്മയെ പറ്റിച്ച് തള്ളി പെണ്ണേ
ഈ എന്നിട്ട് നീ നിനക്ക് പറഞ്ഞുകൂടായിരുന്നു ഈ അതല്ലേ സർപ്രൈസ് സർപ്രൈസ് പറഞ്ഞു പാർട്ടി ഡിന്നറായിട്ട് ഉണ്ടാക്കിയത്. എടാ നീ അറിഞ്ഞ എല്ലാവർക്കും അതല്ലേ രാവിലെ ടാറ്റപ്പ് ഉണ്ടായിരുന്നത്. എന്റെ അനിയന് അബുദാബിയിലാണ്, അവനെ വിളിച്ചോണ്ടിരിക്കുകയാണ് വീഡിയോ കോളിൽ, പക്ഷെ കിട്ടുന്നില്ല. ആ അടിപൊളി കിട്ടി. അപ്പൊ ഇതാണ് എന്റെ അനിയൻ. എവിടെ എത്തിയടാ? റൂമിലെത്തിയാ? ആ ഹാപ്പി ബർത്ത്ഡേ ഗേൾ. ആ അമ്മയെ പറ്റിക്കടാ ഇവരെല്ലാവരും. താങ്ക് യു മോനെ. ആ നിക്കട്ടെ, ഞങ്ങള് കേക്ക് മുറിക്കാം. അച്ചാമ്മയുടെ ബർത്ത്ഡേ ആടാ? മോനെ വാവേ അവൻ ബർത്ത്ഡേ രാവിലെ ഇപ്പൊ എനിക്ക് ഹാപ്പി ബർത്ത്ഡേ പറ അച്ചാമ്മയ്ക്ക്. താങ്ക് യു മോനെ. എന്നാ അച്ചാമ്മയ്ക്ക് കൊടുക്കും. ഇനി നീ കൊടുക്കും. അതാവൻ അവന്റെ ഗിഫ്റ്റ് അവിടുന്ന് കൊണ്ടുവന്നാ ഈ പിള്ളേരെ കാണിക്കണേ. വരച്ച് അമ്മേനെ അവൻ വരച്ചതാണ്. വാവേ കണ്ടാ അടുത്തവണ നീ അച്ചാമ്മയ്ക്ക് നിനക്ക് വരച്ചു കൊടുക്കുന്ന കേട്ടാ. അപ്പൊ അമ്മയുടെ എല്ലാ ബർത്ത്ഡേയും ഞങ്ങൾ ഇനിയിപ്പോ ഇത്തവണ ജാക്കിയില്ല, ഇനി അടുത്ത തവണ നമുക്ക് ജാക്കീനും കൂടെ വെച്ചിട്ട് സെലിബ്രേറ്റ് ചെയ്യാം അല്ലേ? നീ വരത്തില്ലേ? ഓക്കെ, അപ്പൊ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഞങ്ങളൊക്കെ ഫുഡ് ഇനി കഴിക്കുകയാണ്. അപ്പൊ അമ്മ ഹാപ്പി അല്ലേ? വെരി വെരി ഹാപ്പി. എല്ലാരും എന്നെ പറ്റിച്ച് ഞാൻ ഇതൊന്നും പറഞ്ഞില്ല. അപ്പൊ ടാറ്റ. താമര ചാറ്റ പറയുന്നത് അമർ ടാറ്റ.